വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നതേ ഒരു പെൻപാൽ ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് മുന്നേ ഞാൻ എൻ്റെ ഫസ്റ്റ് പെൻപാൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാനി ഹബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിലേക്കായിരുന്നു ഞാൻ പെൻപാൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ വീഡിയോ കിട്ടും. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ലെറ്റർ എന്നോണം വന്നിട്ടുള്ളതാണ് ഈ ഒരു പെൻപാൽ. നമുക്ക് ഹാനി ഹബിൽ റിഷ തന്നെയാണ് ഈ പെൻപാൽ ചെയ്തിട്ടുള്ളത്. ഈ പെൻപാൽ കയ്യിൽ കിട്ടാൻ കുറച്ച് ഡിലേ ആയിട്ടോ, കാരണം ഞാൻ ഇക്കൻ്റെ ഷോപ്പിൽ അഡ്രസ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോപ്പിൽ അഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഷോപ്പിൻ്റെ സീല് വേണം, പിന്നെന്താ എൻ്റെ ID പ്രൂഫ് വേണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ആധാർ കാർഡ് ചെയ്തിരുന്നു അത് മേടിക്കാൻ പോയത്. അപ്പോൾ ആധാറിൽ അഡ്രസ്സ് ചേഞ്ച് ആയതുകൊണ്ട് പിന്നെ ലൈസൻസ് ആയിട്ട് പോയി. അങ്ങനെയൊക്കെ കുറച്ച് കടമ്പകൾ കടന്നിട്ടാണ് ഈ ഒരു പെൻപാൽ കയ്യിൽ കിട്ടിയത്. അപ്പോൾ കയ്യിൽ കിട്ടി അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ റിഷ ഈ ഒരു പെൻപാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കവർ പേജ് കണ്ടോ, അത് തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റിക്കേഴ്സൊക്കെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അതുപോലെ പറിച്ചെടുത്തിട്ട് എൻ്റെ ഒരു ജേർണലിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്നും നമുക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാമല്ലോ. എനിക്ക് ഇങ്ങോട്ട് വരുന്ന ഫസ്റ്റ് പെൻപാലാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ ചെറിയ പൗച്ചസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഓരോ സംഭവങ്ങളും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലെറ്ററാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൽ ലെറ്റർ ഫോർ യു എന്നൊക്കെ എഴുതിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടാണെന്ന് തോന്നുന്നത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു പൗച്ചിലാണ് വന്നിട്ടുള്ളത്. അതിലും ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സും ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ഒരു ജേർണലിൽ മറ്റൊരു പേജിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റേ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ആ ഒരു ലെറ്റർ എഴുതാൻ യൂസ് ചെയ്തിട്ടുള്ള പേപ്പർ അത് തന്നെ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു എസ്തെറ്റിക് ലുക്കുള്ള പേപ്പറായിരുന്നു, ഒരു ഡോട്ടഡ് ആയിട്ട് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ലെറ്റർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അത് പേഴ്സണൽ ലെറ്റർ അല്ലേ. അപ്പോൾ അത് അവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് എടുത്തത് ഇതുപോലൊരു പൗച്ചാണ്. പൗച്ചല്ല, ഒരു കാർഡ് പോലത്തെ സംഭവം. അതിൻ്റെ ഫ്രണ്ട് പേജ് തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. അതും രണ്ട് സൈഡിലും രണ്ട് ടൈപ്പ് പാറ്റേൺ പേപ്പേഴ്സാണ് വെച്ചിട്ടുള്ളത്. രണ്ട് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഫസ്റ്റ് ഈ എടുക്കുന്നത് GSM കുറഞ്ഞിട്ടുള്ള ഒരു A4 ഒക്കെ തിക്നെസ്സിലുള്ള പാറ്റേൺ പേപ്പേഴ്സാണ്. മറ്റേത് കുറച്ചുകൂടി ഗ്ലോസി ആയിട്ട് കുറച്ചുകൂടി തിക്കായിട്ടുള്ള പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സാണ്. ഇതൊക്കെ നല്ല മൊത്തത്തിൽ ഒരു എനിക്ക് തോന്നുന്നു കോഫി വിൻറ്റേജ് ആ ഒരു തീമാണ്, എന്നാൽ അതിൽ കുറച്ച് ഈസ്തെറ്റിക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പക്ക വിൻറ്റേജ് ലവറായിരുന്നു. ഫുള്ളും എൻ്റെ ജേർണൽസ് ആയാലും അല്ലെങ്കിൽ എൻ്റെ ടാബിളായാലും മൊത്തത്തിലൊരു വിൻറ്റേജ് തീം പിടിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ അതിൽ നിന്ന് വിൻറ്റേജിൽ നിന്ന് മൊത്തത്തിൽ മാറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു എസ്തെറ്റിക് കം വിൻറ്റേജ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ക്യൂട്ട്നെസ്സും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇപ്പം എൻ്റെ എന്താ പറയുക, എൻ്റെ ആക്ടിവിറ്റീസൊക്കെ ആ ഒരു രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സൂട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു പെൻപാൽ എന്തുകൊണ്ട് വന്നിട്ടുള്ളത്. കാരണം വിൻറ്റേജ് ഉണ്ട്, എസ്തെറ്റിക്സ് ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ക്യൂട്ട്നെസ്സും ഉണ്ട്. അപ്പം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള GSM കോഡിൽ ഒരു ഗ്ലോസി കണ്ടോ, ഒരു വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഗ്ലേസിങ് വരുന്ന ഒരു ഗ്ലോസി ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുള്ള അടിപൊളി പാറ്റേൺ പേപ്പേഴ്സാണ്. ആ ഒരു പാറ്റേൺസ് ഓരോന്നും ചൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ടേസ്റ്റിന് യോജിക്കുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ ആ ഒരു കാർഡ് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയ സെയിം ബട്ടർ പേപ്പർ കൊണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു പൗച്ചാണ്. അതിൽ സ്റ്റാമ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് സ്റ്റാമ്പ്സ്, നമ്മളൊരു സ്റ്റാമ്പ് തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ സെയിം ഒരു റൗണ്ടഡ് സ്റ്റിക്കേഴ്സും ഒക്കെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു അതിലുണ്ടായിരുന്നത്. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്റർ അയക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാമ്പല്ല കേട്ടോ, നമ്മൾ ഈ ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാമ്പല്ല. അതിലൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു വിൻറ്റേജ് തീമിലായിരുന്നു ഈ ഒരു സ്റ്റാമ്പ്സൊക്കെ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ സംഭവങ്ങളൊന്നും ഞാനിപ്പോൾ അടുത്തൊന്നും യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ത് കിട്ടിയാലും ഞാനത് ഒരുപാട് കാലം എടുത്ത് വെക്കും. യൂസ് ചെയ്താൽ അത് തീർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ യൂസ് ചെയ്യാൻ ഭയങ്കര ഒരു ടെൻഷനാണ്, അത് തീർന്നു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനാണ് സാധ്യത. ഞാനിപ്പോൾ ആ ഒരു ഹാബിറ്റ് കുറേ മാറ്റി വരുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ ചില സ്റ്റിക്കേഴ്സൊക്കെ ഇതുപോലെ ഒരുപാട് നാൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഗമ്മൊക്കെ പോയിട്ട് എന്താ പറയുക, പിന്നീട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള സംഭവങ്ങൾ അങ്ങനെ ആയി പോകരുത് എന്നൊരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഹാബിറ്റ് ഞാൻ മാറ്റിക്കൊണ്ട് വരാണ് കേട്ടോ. പിന്നെ ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ള പൗച്ച് ഉണ്ടായിരുന്നു, അതും നല്ല അടിപൊളി ഒരു പാറ്റേൺ പേപ്പർ വെച്ചിട്ട് മേക്ക് ചെയ്തിട്ടുള്ള പൗച്ചാണ്. അതിൽ ഞാൻ അയച്ച പെൻപാലിൽ ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിരുന്നു. പിന്നെ മറ്റൊരു പേപ്പറിൽ എന്നോടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ അവരോട് ചോദിച്ച പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്, രണ്ടാമത്തുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനൊരു റിപ്ലൈ ഇൻഷാ അല്ലാഹ് ചെയ്യണം പെട്ടെന്ന് തന്നെ.
പിന്നെ ഉണ്ടായിരുന്നത് കുറച്ചധികം വാഷി ടേപ്സ് ഉണ്ടായിരുന്നു, 5 ടൈപ്പറ്റ വാഷി ടേപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഗുഡീസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു പൗച്ച് ഉണ്ടായിരുന്നു. അതിൽ കുറച്ചധികം സ്റ്റിക്കേഴ്സ്, ആ ഒരു പാറ്റേൺ പേപ്പേഴ്സിൻ്റെ പോലെ തന്നെ നല്ല ഗ്ലോസി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഇതും കുറേ അധികം കോഫി വിൻറ്റേജ് ആ ഒരു തീമിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് എസ്തെറ്റിക്സും. മൊത്തത്തിൽ എനിക്ക് എല്ലാ സ്റ്റിക്കേഴ്സും ഓരോന്നും എടുത്തു പറയാൻ തക്ക വിധം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ കയ്യിലില്ലാത്ത കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പൊതുവേ ഞാൻ ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ മേടിച്ച് കൂട്ടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്തിരുന്നത് ഈ സ്റ്റിക്കേഴ്സ് മേടിക്കാനാണ് കേട്ടോ. ഈ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ കാണുമ്പോൾ എനിക്ക് മേടിക്കാതെ പോരാൻ തോന്നൂല. അത്രയും സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ലവറാണ് ഞാൻ. എനിക്ക് അത്രയും സ്റ്റിക്കേഴ്സിനോട് ഭയങ്കര ഒരു ഒബ്സഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും സ്റ്റിക്കേഴ്സൊക്കെ കണ്ടപ്പം ശരിക്കും ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനുള്ള ഒരു റിപ്ലൈ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.